നമുക്ക് കിട്ടീനെ കണ്ടമീനാണ്. ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പൊരിച്ചങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മിക്സിൻ്റെ ജാറാണ് ഈ കാണുന്ന ജാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് എടുക്കണം. പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇനി കറുത്ത് നിൽക്കുന്ന കുരുമുളകാണ്, പച്ചച്ച് നിൽക്കുന്നത് മല്ലിൻ്റെ ഇലയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കരിയേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ചേർത്തോളി, നല്ല ടേസ്റ്റാണ്. ഈ കാണുന്ന തക്കാളിയാണ്, ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ആ കണ്ടത്. അതിൻ്റെ മുകളിൽ കാണുന്ന മഞ്ഞളാണ്, അതിൻ്റെ മുകളിൽ കാണുന്ന മല്ലിപ്പൊടിയാണ്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്ത് അരച്ചെടുത്ത് പേസ്റ്റാക്കി കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കണ്ടീനെ കണ്ടമീനെ തട്ടിക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കുക. അരച്ചീനെ അരപ്പതിന് മുകളിലാണ് തേച്ചങ്ങോട്ട് പിടിപ്പിച്ചാന്നാണ് പറഞ്ഞു വരുന്നത്. തേച്ചങ്ങോട്ട് പിടിപ്പിച്ചോളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല വാസന ഉണ്ടാവും. നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇപ്പം നമുക്ക് തിന്നാനായിട്ടില്ല. തിന്നാൻ സമയമാകുമ്പോൾ മാത്രം പൊരിച്ചെടുത്താൽ മതി. നേരിട്ട് നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന മൈദപ്പൊടിയാണ്, വളുക്കി അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നിരത്തിയാണ് വെച്ചെടുക്കുക. ഞാൻ ഇവിടെ കുറേ നേരത്താൻ നിൽക്കുന്നില്ല, 2 നിരത്തിയാണ് നിർത്താൻ പോവാണ്. പിന്നെ അടുത്തത് ചൂടിൽ പൊരിച്ചെടുക്കാമെന്ന് ചുട്ടെടുക്കാനും പൊരിച്ചെടുക്കാനും മറിച്ചിട്ട് മറിച്ചിട്ട്